വഖഫ് ഭേദഗതി ബില്ല് രാഷ്ട്രീയ ആയുധമായി പല പാർട്ടികളും ഉപയോഗിക്കുമ്പോഴും പാർലമെന്റിനുള്ളിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ കൈയടിച്ച് സ്വീകരിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പാർലമെന്ററി സ്പീച്ച് നടത്തിയത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നേതാവായ ജോസ് കെ മാണിയായിരുന്നു. അദ്ദേഹം വഖഫ് ഭേദഗതി ബില്ലിലെ ചില ഭാഗങ്ങൾ അനുകൂലിക്കുകയും ചില ഭാഗങ്ങൾ എതിർക്കുകയും ചെയ്തിരുന്നു. ആ എതിർത്തതിൽ വഖഫ് ബോർഡിലേക്ക് മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തരുത് എന്നടക്കമുള്ള ചില കാര്യങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നിലപാട് വളരെ കൃത്യമായി എടുത്തു പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ബൈറ്റ്. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അന്നും ഇന്നും ഉറച്ചു തന്നെയാണ്. പാർലമെന്റിൽ പറഞ്ഞ ആ കാര്യത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്. അതിനകത്ത് കേരള കോൺഗ്രസ് പാർട്ടി അന്ന് ആ ചർച്ചയ്ക്ക് വന്നപ്പോൾ കൃത്യമായി ചില ക്ലോസുകൾ നമ്മൾ പിന്താങ്ങി, ചില ക്ലോസുകൾ നമ്മൾ എതിർക്കുകയുണ്ടായി. ഇതിനകത്ത് നമ്മൾ പിന്താങ്ങിയത് നമ്മളുമായി സാധാരണക്കാരായ ജനങ്ങൾക്ക് കോടതിയിൽ അപ്രോച്ച് ചെയ്യുവാനായിട്ട് ക്ലോസ് 2035 അത് നമ്മൾ പിന്താങ്ങുവാനായിട്ട് അതിനെ പിന്താങ്ങുകയുണ്ടായി. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ അതിൽ കൗൺസിലിലും അതോടൊപ്പം തന്നെ ബോർഡിലും മുസ്ലിം അല്ലാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല. അതിനെ ശക്തമായിട്ട് നമ്മൾ എതിർക്കുകയുണ്ടായി. ഇപ്പോൾ സുപ്രീം കോടതി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ നിലപാടുകളിൽ ഒന്നും നമുക്ക് മാറ്റമില്ല, അത് തന്നെ ഉറച്ചായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ആ ഭേദഗതി വന്നപ്പോൾ കൃത്യമായി കേരള കോൺഗ്രസ് പാർട്ടി, ഞാൻ ചോദിച്ചു അതിനകത്ത് ഇപ്പോൾ ഇത് അവിടുന്ന് വന്നിരിക്കുന്ന ഈ പറഞ്ഞ പ്രസംഗത്തിന്റെ സ്ക്രിപ്റ്റ് രാജ്യസഭയിലുള്ള സ്ക്രിപ്റ്റാണ്. അതിനകത്ത് ഞാൻ മിനിസ്റ്ററോട് ചോദിക്കുകയാണ്, I request honorable minister to give assurance in the house that the problem of Munambam and similar place would be solved in the light of the present amendment. Again, I am asking you, honorable minister, ഞാൻ വീണ്ടും എടുത്തു ചോദിക്കുന്നു, can you assure the house that this amendment, which is prospective in nature, can solve the problem? പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇപ്പൊ ഇനി തൊട്ടുള്ള ഈ ആക്ട് അല്ലെങ്കിൽ ഇത് ആക്ട് എഫക്റ്റീവ് ആകുന്നത് ഇത് മുൻപത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? വീണ്ടും ഞാൻ ആവർത്തി ചോദിച്ചു. അവസാനം ഞാൻ നിർത്തുമ്പോൾ വീണ്ടും ഇതിനകത്ത് അവസാനത്തെ ഭാവം വീണ്ടും ചോദിക്കണം. I am again asking you, Minister, can you please confirm and reiterate that the bill will be taken up the retrospective effect and will resolve the Munambam issue? എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്ന് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രി ചില നോട്ട് ചെയ്തു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു ഇതിന് മറുപടി ഉണ്ടാകുമെന്നുള്ളത്. പക്ഷെ മറുപടിയിൽ അത് പറഞ്ഞില്ല. റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ അത് ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനമായി. പക്ഷെ അത് അവർക്ക് പറയാൻ പറ്റില്ല. തെറ്റായ ഒരു ധാരണ ഇങ്ങോട്ട് കൊടുത്തിരിക്കുക. അത് എവിടുന്ന് വന്നെന്നുള്ളത് ഇവിടെ തന്നെ പോയതായിരിക്കുക. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ മുൻപത്തിന്റെ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇവിടെ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം കണ്ടീഷണൽ വഖഫാണ്. അവിടെ ഒരു അമെൻമെന്റ് വേണ്ടിയിരുന്നു. കണ്ടീഷണൽ ഇപ്പൊ അതിനകത്ത് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തിരിച്ച് സാധാരണ രീതിയിൽ വഖഫ് ഒരു ചാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് വാങ്ങാറില്ല, ഇതല്ലേ? അപ്പോൾ ഇതൊരു കണ്ടീഷണൽ ആയിട്ടാണ് എന്നാണ് പറയുന്നത്. ആ കണ്ടീഷണലാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും? അത് തിരിച്ചു വേണം എന്ന് പറയുമ്പോൾ ലീഗൽ അയേഴ്സ് അവിടെയുണ്ട്, ഇപ്പൊ എറണാകുളത്തുണ്ട്, അവരും ഇതിനകത്ത് പാർട്ടിയാവും, ഞങ്ങൾക്ക് വേണമെന്ന് പറയും, അല്ലേ? അപ്പോൾ കണ്ടീഷണൽ ആയിട്ടുള്ള വഖഫ് ഉണ്ടെങ്കിൽ അത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അവർ ക്ലോസ് കൊണ്ടുവന്ന് അത് ചേഞ്ച് ചെയ്യാമായിരുന്നു. എന്താകട്ടെ, നമുക്കറിയാം ഈ ഭൂപരിഷ്കരണ നിയമം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായത് 10,000 ബോണഫൈഡ് പർച്ചേസർ ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായി മേടിച്ചതാണ്, മിച്ചഭൂമിയാണെന്ന് അറിയില്ല. വലിയ കുഴപ്പത്തിലേക്ക് നമ്മുടെ കേരള സമൂഹം പോയി. സാധാരണക്കാരായ 1 ഏക്കർ 50 സെന്റ് മേടിച്ച ആളുകൾ, കർഷകർ വലിയ ബുദ്ധിമുട്ടിലായി. അവരുടെ സ്ഥലം നഷ്ടപ്പെടുന്ന രീതിയിലായി. 2005 അന്നത്തെ റവന്യൂ മന്ത്രി ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ 7E പ്രകാരം ഒരു ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് അവിടെയുള്ള മുഴുവൻ ഇങ്ങനെ വാങ്ങി ബോണഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്ത മുഴുവൻ കർഷകർക്കും അവർക്ക് റെഗുലറൈസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതേ സമാനമായി അങ്ങനെ ഒരു കേന്ദ്രത്തിൽ അങ്ങനെ ഒരു അമെൻമെന്റിലേക്ക് ഞാൻ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനൊരു പരിഹാരം കാണുവാൻ കഴിയൂ.